ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒരുമിച്ച് ചിന്തിച്ചത്. യേശു ക്രിസ്തു കൂടാരപ്പെരുന്നാളിന് യെരുശലേം ദേവാലയത്തിലേക്ക് പോയി. കൂടാരപ്പെരുന്നാളിന്റെ സമാപന ദിവസം അവിടെ നിന്നുകൊണ്ട് വലിയ പ്രഖ്യാപനം നടത്തി. അത് 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ നിന്ന് കുടിക്കട്ടെ, അവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ സമൃദ്ധമായി ഒഴുകുമെന്നുള്ള വലിയ പ്രഖ്യാപനം ഒക്കെ നടത്തി. പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിനുള്ള തരുന്നതിനെ കുറിച്ചുള്ള വലിയ വാഗ്ദാനം കർത്താവ് നൽകി. അതിനുശേഷം പിറ്റേ ദിവസം, അടുത്ത ദിവസം കർത്താവ് ആദ്യകാലത്ത് യെരുശലേം ദേവാലയത്തിൽ എത്തി എന്നാണ് 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതുപോലെ തലേ ദിവസത്തെ പ്രഭാഷണത്തിന് ശേഷം കർത്താവ് ഒലിവുമലയിലേക്ക് പോയി അവിടെ രാത്രി പാർത്തു. അത് കർത്താവിന്റെ ഒരു പതിവായിരുന്നു യെരുശലേമിൽ വരുമ്പോഴൊക്കെയും. അതിനുശേഷം അതികാലത്ത് ഏർലി ഇൻ ദ മോർണിംഗ് കർത്താവ് യെരുശലേം ദേവാലയത്തിലേക്ക് മടങ്ങി വന്നു. അങ്ങനെ അവിടെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് കർത്താവിനെ കൊടുക്കാനായിട്ട് ചിലർ വന്നത്. അവളെ കല്ലെറിയോ, നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നു കർത്താവിനോട്. കർത്താവ് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അവര് പിന്നെ കുനിഞ്ഞ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവര് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി അവിടെ നിന്ന് ഈ പിടിച്ചുകൊണ്ട് വന്നവർ, കല്ലെറിയാൻ ഒക്കെ ഒരുങ്ങി വന്നവർ, അവർ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോയി എന്ന് നാം കാണുന്നു. കർത്താവിനെ കൊടുക്കുവാനായിട്ട് അവർ വന്നത്. കർത്താവ് കല്ലെറിയണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കർത്താവിന് പാപികളോടും ചുങ്കക്കാരോടും അങ്ങനെ ഉള്ളവരോട് കർത്താവിന് ദയയും മനസ്സലിവും ഇല്ലെന്ന് അവർക്ക് കുറ്റം ആരോപിക്കാമായിരുന്നു. മാത്രവുമല്ല, റോമ ഗവൺമെന്റിന് മാത്രമേ വധശിക്ഷയ്ക്കുള്ള അധികാരമുള്ളൂ. അപ്പൊ കല്ലെറിയുവാൻ കർത്താവ് വിധിച്ചു എന്ന് പറയുന്നതും കർത്താവിന്റെ മേൽ ഒരു കുറ്റമായിട്ട് ചുമത്താമായിരുന്നു. എന്നാൽ കല്ലെറിയാതെ വിടാൻ പറഞ്ഞിരുന്നെങ്കിൽ കർത്താവ് ന്യായപ്രമാണത്തെ ലംഘിച്ചു എന്ന് കർത്താവിന് നേരെ ആക്ഷേപം ചൊരിയാമായിരുന്നു. എന്നാൽ അത് രണ്ടും സംഭവിക്കാതെ കർത്താവ് നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും അവരുടെ മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി അവരോരോരുത്തരായിട്ട് മൂത്തവരും ഇളയവരും അവളെ യേശുവിന്റെ അടുക്കൽ നിർത്തിയിട്ട് പോയതായിട്ട് നാം വായിക്കുന്നു. എന്നാൽ ഈ പിടിച്ചുകൊണ്ട് വന്നവരാണ് ഓരോരുത്തരായിട്ട് പോയത്, കൊടുക്കുവാൻ വന്നവർ. എന്നാൽ മറ്റു ചിലർ അവിടെ വീണ്ടും തുടരുന്നു. അതുകൊണ്ടാണ് 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം പറയുന്നത്, യേശു പിന്നെയും അവരോട് സംസാരിച്ചു. അപ്പൊ ഓർക്കുക, കൂടാരപ്പെരുന്നാളിന് യെരുശലേം ദേവാലയത്തിലേക്ക് വന്ന ഒരു ജനക്കൂട്ടമുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരും പിന്നെ കർത്താവിനെ കേൾക്കാൻ കൂടിയവരും അവിടെ ഉള്ളപ്പോഴാണ് ഈ സ്ത്രീയെ കൊണ്ടുവരുന്നതും ഈ സംഭവമൊക്കെ നടക്കുന്നതും അവർ പിരിഞ്ഞു പോകുന്നു. എന്നാൽ മറ്റുള്ളവര് വചനം കേൾക്കുവാനായിട്ട് അവിടെ തുടരുന്നു. അവരോട് യേശു സംസാരിക്കുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. യേശു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ആയിരിക്കും പറഞ്ഞത്, നിങ്ങൾ ലോകപ്രകാരം വിധിക്കുന്നു, കാഴ്ച അനുസരിച്ച് വിധിക്കുന്നു. ഞാൻ പാപികളെ രക്ഷിപ്പാൻ വന്നവനാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നു എന്ന് കർത്താവ് പറയുന്നു. നമുക്കറിയാം, യേശു ഞാനാകുന്നു എന്ന് പറഞ്ഞ പ്രസ്താവനകള് യോഹന്നാൻ ആവർത്തിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഐ എം ദ ബ്രെഡ് ഓഫ് ലൈഫ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച വലിയ അത്ഭുതത്തിന് ശേഷമാണ് യേശു പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന് ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഇവിടെ കർത്താവ് രണ്ടാമത്തെ ഐ ആം സ്റ്റേറ്റ്മെന്റ്, ഞാനാകുന്നു എന്നുള്ള രണ്ടാമത്തെ പ്രസ്താവന ഇവിടെ പറയുകയാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഐ എം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പിന്നെ കർത്താവ് പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അത് 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അപ്പൊ ഓർക്കുക, ആ ക്രൗഡിനോട്, ദേവാലയത്തിൽ വന്നവരോട്, കൂടാരപ്പെരുന്നാളിനും മറ്റും വന്നവരോടും അവിടെ ഉള്ളവരോടും കർത്താവ് സംസാരിക്കുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. അപ്പോ ഈ
സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കർത്താവ് ഇത് പറയുന്നെങ്കിലും വെളിച്ചം, ഞാൻ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ ക്ലെയിം ചെയ്യുന്നത് ഞാൻ ദൈവമാകുന്നു എന്നാണ്. കാരണം പഴയ നിയമം വായിക്കുന്ന ഏത് യഹൂദനും മലാക്കി പ്രവചനം 4-ാം അധ്യായത്തിന്റെ മലാക്കി പ്രവചനം 4:2 വായിച്ചാൽ, മലാക്കി 4:2 അവിടെയാണല്ലോ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, ഒന്ന് സകല അഹങ്കാരികളും താളടിയാകും എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് മലാക്കി 4:2 നാം വായിക്കുന്നു. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. പോലെ തുള്ളിച്ചാടും. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ, സൺ ഓഫ് റൈറ്റ്വസ്നെസ്, നീതി സൂര്യൻ, അത് ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണെന്ന് എല്ലാ യഹൂദനും അറിയാം. ചൂള പോലെ കത്തുന്ന ദിവസം വരുമെന്നും അത് ദൈവത്തെ കുറിച്ചാണ് പറയുന്നതെന്നും, നീതി സൂര്യൻ, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴെ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ചാണെന്ന് എല്ലാ യഹൂദനും അറിയാം. നീതി സൂര്യൻ എന്ന് പറയുമ്പോൾ വെളിച്ചം തരുന്ന നീതിയുടെ സൂര്യൻ. ഇനിയും 84-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം നോക്കിയാൽ, 84-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം, അല്ല 84-ാം സങ്കീർത്തനം, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയും. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകും. അപ്പൊ യഹോവയായ ദൈവത്തെ കുറിച്ചാണ് സൂര്യൻ എന്നും വെളിച്ചമെന്നും നീതി സൂര്യൻ എന്നും പറയുന്നത് എന്ന് എല്ലാ യഹൂദനും അറിയാം. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ താൻ ദൈവമാണെന്ന് അവരോട് പ്രഖ്യാപിക്കുകയാണെന്ന് എല്ലാ യഹൂദനും മനസ്സിലാകും. മറ്റൊരു വാക്യം കൂടെ നാം നോക്കിയാൽ, 104-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം നോക്കിയാൽ, വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. ദൈവത്തെ കുറിച്ച് പറയുന്നതാണ്. ഗോഡ് ഈസ് റാപ്ഡ് അപ്പ് ഇൻ ലൈറ്റ്. ദൈവത്തെ പൊതിഞ്ഞിരിക്കുന്നത് പ്രകാശം. മോശ കണ്ടപ്പോഴും ആര് കണ്ടപ്പോഴും ആ ദൈവത്തിന്റെ വലിയ പ്രകാശമാണ് കാണുന്നത്, ദൈവത്തിന്റെ തേജസ്സാണ് കാണുന്നത്. ഗോഡ്സ് ഗ്ലോറി, ദൈവത്തിന്റെ തേജസ്. വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്ന ദൈവം. അപ്പൊ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് കർത്താവ് പറയുമ്പോൾ യഹൂദനെ വ്യക്തമായിട്ട് മനസ്സിലാകും താൻ ദൈവമാണെന്ന് യേശുക്രിസ്തു അവകാശപ്പെടുകയാണ്, പറയുകയാണെന്ന്. അതുകൊണ്ടാണ് എന്നിട്ട് പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചമുള്ളവനാകും. അതുകൊണ്ടാണ് പരീശന്മാർ അവനോട് പറയുന്നത്, നീ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. നീ നിന്നെ കുറിച്ച് തന്നെ, നീ നിന്നെ ദൈവമാക്കുകയാണ്. അതുകൊണ്ട് യുവർ ടെസ്റ്റിമണി ഈസ് നോട്ട് ട്രൂ. യു ടെസ്റ്റിഫൈ അബൌട്ട് യുവർ സെൽഫ്, സോ യുവർ ടെസ്റ്റിമണി ഈസ് നോട്ട് ട്രൂ. ഞാൻ എന്നെ കുറിച്ച്, ഒരു വ്യക്തി തന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ, കർത്താവ് അതിന് മുമ്പ് പറയുന്നുണ്ട്, ഞാൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നില്ല എന്ന് 5-ാം അധ്യായത്തിലെ കർത്താവ് പറയുന്നുണ്ട്. എന്നെ കുറിച്ച് എൻ്റെ പിതാവാ സാക്ഷ്യം പറയുന്നത്. പിന്നെ പറയുന്നു, പിതാവ് എനിക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവർത്തികൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. പിന്നെ പറയുന്നു, തിരുവെഴുത്ത് എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് യേശു കർത്താവ് അവകാശപ്പെടുമ്പോൾ he was claiming that he is God. He is the righteous son of God. He is the son of righteousness. താൻ നീതി സൂര്യനാണെന്ന്. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. അവൻ വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്ന ദൈവമാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ആയിരിക്കുന്നതെന്ന് യേശു ക്രിസ്തു അവകാശപ്പെടുകയാണ്. ഞാൻ ജീവന്റെ അപ്പമാണ്, ജീവൻ നൽകുന്ന അപ്പമാണെന്ന് 6-ാം അധ്യായത്തിൽ പറഞ്ഞെങ്കിൽ ഇവിടെ 8-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. യോഹന്നാൻ ഇത് തന്നെയാണ് തുടങ്ങുമ്പോഴും പറഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ
യോഹന്നാൻ ഇത് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ആരംഭിക്കുന്നത്. നോക്കിക്കാട്ടെ, 4-ാം അധ്യായത്തിൽ പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ദ ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് മെൻ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ ദൈവത്തോടു കൂടെ ആയി, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് യോഹന്നാൻ ഇങ്ങനെ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇൻ ഹിം വാസ് ലൈറ്റ്, ഹി വാസ് ദ സോഴ്സ് ഓഫ് ഓൾ ലൈറ്റ്. എല്ലാ ജീവന്റെയും ഉറവിടം കർത്താവ് യേശു ക്രിസ്തുവാണ്, ദൈവമാണെന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇനിയും 9-ാമത്തെ വാക്യം വായിച്ചാൽ 8 തൊട്ട് വായിക്കാം. യോഹന്നാനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ ദൈവം അയച്ചു. ആ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി ദൈവം അയച്ച വ്യക്തിയാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുകയാണ്, അവൻ വെളിച്ചമായിരുന്നില്ല, അവൻ വെളിച്ചത്തിന് he came to testify about the light of God. ദൈവത്തിന്റെ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ, യേശു ക്രിസ്തുവിന് സാക്ഷ്യം പറയാനായിട്ട് വന്നവനാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു. പിന്നെ 9-ാമത്തെ വാക്യം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ട്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. യോഹന്നാനാണ് ഈ ഇമേജസ് ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ദൈവത്തെ വെളിച്ചമായി, ജീവന്റെ അപ്പമായി, വാതിലായി, സാക്ഷാൽ മുന്തിരിവള്ളിയായി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതെല്ലാം ഒരു മെറ്റഫറാണ്, ഒരു രൂപകമാണ്. എന്നാൽ ഇവിടെ വെളിച്ചത്തെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് എങ്ങനെയാണ്, അതുപോലാണ് യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നോക്കിയാൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. നോക്കണം, ഇവിടെ ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് ആദ്യം കൽപ്പിച്ചത്. ഭൂമിയിൽ ഇരുളായിരുന്നു, പാഴും ശൂന്യവുമായ ഭൂമി. ആ ഭൂമിക്ക് ചുറ്റും ഇരുളായിരുന്നു. വെള്ളത്തിന്മീതെ, അതായത് ഭൂമിക്ക് ചുറ്റും വെള്ളമായിരുന്നു. ആ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ ആത്മാവ് ഹോവറിങ് ഓവർ ദ വാട്ടേഴ്സ് എന്ന് പറയും. അതായത് ഒരു പരുന്ത ചുറ്റി പറക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിക്ക് ചുറ്റും വെള്ളത്തിന് മീതെ ചുറ്റി പറന്നുകൊണ്ടിരുന്നു, പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ആദ്യത്തെ കൽപ്പന, ആദ്യത്തെ ക്രിയേറ്റീവ് ഓർഡർ എന്ന് പറയും. ദ ക്രിയേറ്റീവ് വേർഡ്, ഫസ്റ്റ് ക്രിയേറ്റീവ് വേർഡ് എന്ന് പറയുന്നത്, സൃഷ്ടിപ്പിൽ ആദ്യമായിട്ട് പറയുന്ന വെളിച്ചം ഉണ്ടാകട്ടെ, ലെറ്റ് ദർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയും. അപ്പം ഇരുളും പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയെ യെശയ്യാ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവം മനുഷ്യരുടെ പാർപ്പിനായിട്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഉദ്ദേശം ഈ ഭൂമിയിൽ മാത്രമാണല്ലോ ഈ പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നത്. മറ്റൊരു ഗ്രഹത്തിലും ഇല്ല. എല്ലാരും പോയി നോക്കുന്നുണ്ട്, അവിടെ വെള്ളമുണ്ട്, അവിടെ കാണും, അന്യഗ്രഹ ജീവി ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും ഭൂമിയിൽ മാത്രമാണ് മനുഷ്യജീവൻ ഉള്ളത്. മനുഷ്യരുടെ പാർപ്പിനത്ര സൃഷ്ടിച്ചതെന്ന് യെശയ്യാ പ്രവചനത്തിൽ നാം വായിക്കുന്നു. ആ ഭൂമി ഇരുണ്ട ഭൂമിയായിരുന്നു, ഇരുളായിരുന്നു. എന്തുകൊണ്ടാ ഇരുൾ വന്നതെന്ന് നമുക്കറിയില്ല. ജലവേദ പഠിതാക്കൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വെട്ടേറ്റ് നിലത്ത് വീണ സാത്താൻ ഭൂമിയിലേക്കാണ് വന്നത്, അങ്ങനെ ഇരുളുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. നമുക്ക് അതിന്റെ തെളിവുകളൊന്നും വേദപുസ്തകത്തില് അങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല. എന്തായിരുന്നാലും ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇറ്റ് വാസ് നൾ ആൻഡ് വോയിഡ്, ഒന്നുമില്ലാത്തായിരുന്നു. അതിനെ മാറ്റിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എന്നാൽ ആദ്യത്തെ കൽപ്പന
സൃഷ്ടിയുടെ ആദ്യത്തെ കൽപ്പന വെളിച്ചം ഉണ്ടാകട്ടെ. അത് കഴിഞ്ഞാണ് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ചത്. ഇപ്പൊ നിരീശ്വരവാദികളൊക്കെ പറയും സൂര്യനെ സൃഷ്ടിക്കാതെ ഇവിടെ ഭൂമി വെളിച്ചം വന്നു. പക്ഷെ ദൈവം ആദ്യം ക്രിയേറ്റ് ചെയ്ത് എന്താ, ഭൂമിയിൽ സൃഷ്ടിച്ചത് വെളിച്ചത്തെ. ആ വെളിച്ചം ഒരുപക്ഷെ അതിനെക്കുറിച്ചാണോ യോഹന്നാൻ പറയുന്നത് നമുക്കറിയില്ല. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ചിന്തിക്കും, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം തന്റെ പുത്രനെ കാൽവറിയിൽ ക്രൂശിപ്പാൻ തീരുമാനിച്ചത്. ആ തീരുമാനം പൂർത്തീകരിപ്പാൻ വേണ്ടി ദൈവത്തിന്റെ പുത്രൻ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. അന്നേ അയച്ചതാണ്, ലോകസ്ഥാപനത്തിന് മുമ്പ് അയച്ചതാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായി അവൻ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിന്റെ വെളിച്ചം മാത്രമല്ല, അവൻ ജീവൻ നൽകുന്ന വെളിച്ചമായിരുന്നു. അത് തന്നെയാണ് കർത്താവ് ഇവിടെ ക്ലെയിം ചെയ്യുന്നത്. കർത്താവ് അത് തന്നെയാണ് ഈ 12ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കും. എങ്ങനെ നടക്കുമെന്ന്? ജീവന്റെ വെളിച്ചമുള്ളവനാണ്. എന്നെ അനുഗമിക്കുന്നവൻ ജീവന്റെ വെളിച്ചമുള്ളവനാണ്. ഈ വെളിച്ചമാണ് ജീവൻ നൽകുന്നത്. അപ്പൊ വെളിച്ചവും ജീവനും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കും. വെളിച്ചമുള്ളിടത്ത് ജീവൻ ഉണ്ടാകത്തുള്ളൂ. നമുക്കറിയാം, ഒരു ചെടി വളരണമെങ്കിൽ അത് ഇരുട്ടുമുറി വെച്ചാൽ അത് വളരത്തില്ല. അവിടേക്ക് പ്രകാശം വരുന്നെങ്കിൽ, ഇനി പ്രകാശരശ്മി ഏതേലും ജനലിൽ കൂടോ വല്ലതും സൈഡിൽ കൂടെ വരുന്നെങ്കിൽ ആ ചെടി അങ്ങോട്ട് വളരും, പ്രകാശത്തിനെ നോക്കി വളരും. കാര്യം അതിന് ജീവിക്കണം. കർത്താവ് അത് തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഒരു മെറ്റഫറായിട്ട് അത് ഉപയോഗിച്ചിരിക്കുന്നത്, രൂപകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നെങ്കിലും എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായിട്ട്. ലോകം അന്ധകാരത്തിലായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ വെളിച്ചത്തെക്കുറിച്ച് ധാരാളം പറയാനായിട്ടുണ്ട്. കാരണം അല്ലേ, പത്രോസിന്റെ ലേഖനത്തില് നാം വായിക്കുന്നുണ്ട്, നമ്മെ എവിടെ നിന്നെങ്ങോട്ടാ വിളിച്ച്? അന്ധകാരത്തിൽ നിന്ന് എൻ്റെ അത്ഭുത പ്രകാശത്തിലേക്കാണ് വിളിച്ചത്. വേറെ അനേകം ഭാഗങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമായിരിക്കും. മൂന്നാമത്തെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം, നമ്മുടെ അന്ത്യകാലത്ത്, അതായത് ഈ ലാസ്റ്റ് ടൈംസില്, ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തുവിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്നാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. ദാറ്റ് മീൻസ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഫൈനൽ വേർഡ് ഓഫ് ഗോഡ്. പ്രവാചകന്മാർ ഇതിനു മുമ്പൊക്കെ സംസാരിച്ചു, പാർട്ട് ബൈ പാർട്ടായിട്ടൊക്കെ സംസാരിച്ചു. പക്ഷേ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഫൈനൽ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, അവൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി, യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. ഇനി ശ്രദ്ധിക്കുക, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവന്. യേശുക്രിസ്തു ആരാണെന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക. അവൻ ദൈവ തേജസ്സിന്റെ പ്രഭയാണ്. ഹി ഈസ് ദ റേഡിയൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി ആൻഡ് ദ എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഹിസ് ബീയിങ്. He is the one who holds everything by the power of his word. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, he is the radiance of God's glory. ദൈവ തേജസ്സിന്റെ പ്രഭ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവ തേജസ്, നമ്മൾ ഒരു സാധനം പ്രകാശിക്കുന്ന കണ്ടാൽ, അതിങ്ങനെ തിളങ്ങുന്നത് കണ്ടാൽ നമ്മൾ അത് വരയ്ക്കുന്നത് എങ്ങനെ? അതിൽ നിന്ന് പ്രകാശരശ്മികൾ പുറത്തേക്ക് വരുന്നതായിട്ട്. എന്ന് പറഞ്ഞാൽ ദൈവ തേജസ് നമ്മുടെ മേൽ പ്രകാശിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിലൂടെ. ദൈവ തേജസ് നമ്മിൽ പ്രകാശിപ്പിക്കുന്ന യേശുക്രിസ്തുവിലൂടെ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിൽ പറയുന്നു, അല്ലയോ, രാജാതിരാജാവും കർത്താതി കർത്താവും ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും
അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവന്. ഹി ഈസ് ദ വൺ ഹു ലിവ്സ് ഇൻ അൺഅപ്രോച്ചബിൾ ലൈറ്റ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ഇനി യെശയ്യാ പ്രവചനത്തിലേക്ക് ഒന്ന് പോകാം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം എടുത്താണ്ട്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം, അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിച്ചാൽ, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെ പ്രവചിച്ചതാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക, റൈസ് അപ്പ് ആൻഡ് ഷൈൻ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രകാശിക്കും. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ ഇതാ സംഭവിക്കും. യഹോവയുടെ തേജസ്, ദൈവ തേജസ് അവന്റെ മേൽ പ്രകാശിക്കുക. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരം, കൺവേർഷൻ. ദമസ്കോസിലേക്ക് പോകുന്ന വഴിയിൽ നട്ടുച്ചയ്ക്ക് സൂര്യന്റെ പ്രകാശത്തെ കവിയുന്നൊരു പ്രകാശം അവന്റെ മേൽ ചുറ്റിമിന്നി. ഒരു മനുഷ്യൻ മാനസാന്തരത്തിലേക്ക് വരുമ്പോൾ, രക്ഷയിലേക്ക് വരുമ്പോൾ ദൈവ തേജസ് അവന്റെ മേൽ ഉദിക്കും. അത് യഥാർത്ഥത്തിൽ സംഭവിക്കും. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കുക, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് ചേർക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് അവന്റെ മേൽ ഉദിക്കും, ദൈവ തേജസ് അവന്റെ മേൽ പ്രകാശിക്കും. യേശു ക്രിസ്തുവിനെ സാധു സുന്ദർ സിംഗ് അല്ലെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ തന്റെ മുറിയിൽ വെച്ച് കർത്താവ് അവന് പ്രത്യക്ഷമായിരുന്നു. എന്തായിരിക്കും കണ്ടത്? കർത്താവ് കണ്ടത് അവന്റെ മുറി മുഴുവനൊക്കെ പ്രകാശം വന്നു. പൗലോസ് അപ്പോസ്തലന്റെ മേൽ നട്ടുച്ചയ്ക്ക് സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന വെളിച്ചം ഉദിച്ചു. ഇന്നും അത് തന്നെ സംഭവിക്കും. ഇന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കും. ദൈവത്തിന്റെ തേജസ് നമ്മുടെ മേൽ ഉദിക്കുമ്പോഴാണ് നമ്മുടെ അകത്തെ കണ്ട് തുറക്കുന്നത്. അതുകൊണ്ട് പൗലോസ് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതുമ്പോൾ പറയുന്നു ഇല്ലേ, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും നിങ്ങളിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിനും പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു തേജസ്സിന്റെ പ്രത്യാശ, തേജസ് നമ്മുടെ മേൽ ഉദിക്കും. ഇന്ന് നമുക്ക് പാർഷ്യലി അത് കാണാൻ പറ്റുന്നുള്ളൂ. എന്നാൽ കർത്താവ് വരുമ്പം അവനെ താനായിരിക്കുന്നത് പോലെ തന്റെ തേജസ്സിന്റെ പ്രഭയിൽ അവന്റെ മഹത്വത്തിൽ നാം കാണുവാനായിട്ട് പോകും. അന്യനല്ല, സ്വന്തം കണ്ണാൽ നാം അവനെ കാണും. ആ തേജസ്സിന്റെ പ്രഭയിൽ കാണും. ഹി ഈസ് ദ റേഡിയൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി. ദൈവ തേജസ്സിന്റെ പ്രഭയാണ്. വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്ന ദൈവം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. അവൻ ജീവന്റെ വെളിച്ചമാണ്. അവനെ അനുഗമിക്കുന്നവൻ ജീവന്റെ വെളിച്ചമുള്ളവനായിത്തീരും. ആ പ്രകാശത്തിലേക്കാണ് വിളിക്കുന്നത്. ധാരാളം വാക്യങ്ങള് നമുക്ക് പറയാനായിട്ടുണ്ട്. പാപം എന്നത് അന്ധകാരത്തെ സൂചിപ്പിക്കുകയാണ്. 1 പത്രോസ് 2:9 അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും വിശുദ്ധ വംശവും രാജകീയ പുരോഹിത വർഗവും ആകുന്നു എന്ന് പറയുന്നു. കൊലോസ്യർ 1:13 വായിച്ചാൽ, 13 ഇടയ്ക്ക് തൊട്ട് വായിക്കാം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും. അപ്പൊ നമ്മുടെ അവകാശം ഇവിടെ വെളിച്ചത്തിലുള്ള അവകാശം, ഇൻഹെറിറ്റൻസ് ഇൻ ലൈറ്റ്. വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. പ്രിയമുള്ളവരെ, ഇരുട്ടിന്റെ അധികാരത്തിൽ, ഇരുട്ട് എന്തിനാ ചൂണ്ടിക്കാണിക്കുന്നത്?
പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. എഫേസ്യർക്ക് എഴുതുമ്പോൾ പറയുന്നു, നിങ്ങൾ വെളിച്ചത്തിലുള്ളവരായി. എഫേസ്യർ 4-ാം അധ്യായം 7 മുതൽ 10 വരെ വായിച്ചാൽ, എഫേസ്യർ 4:7 മുതൽ 10 വരെ വായിച്ചാൽ, ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം നമ്മിൽ ഓരോരുത്തർക്കും കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് 4-ാം അധ്യായം 7 തൊട്ട് 10 വരെയാണ് വായിക്കുന്നത്. അവിടെ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. 4-ാന്നോ 5? സോറി, ഞാനൊന്ന് എടുത്തോട്ടെ. 5-ാം അധ്യായം 5:7 മുതൽ 10 വരെ. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുകയും സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്. അപ്പൊ വെളിച്ചം എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? വെളിച്ചം പ്രദാനം ചെയ്യുന്നത് സകല സൽഗുണവും നീതിയും സത്യവും. അതാണ് വെളിച്ചത്തിന്റെ ഫലം. അതുകൊണ്ടാണ് പറയുന്നത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, എന്നാൽ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുകയും സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. പിന്നെ പറയുന്നു, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കത്ര ചെയ്യുന്നത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ. അപ്പം ബോധം വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വെളിച്ചത്തിലാകുക. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. പിന്നെ പറയുന്നു, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. വെളിച്ചത്തിൽ, walk in the light of God. വെളിച്ചത്തിലുള്ളവരായി, ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ, ജീവന്റെ വെളിച്ചത്തിൽ നടക്കുവാനായിട്ടാണ് പറയും. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഇനിയും മറ്റൊരു വാക്യം 1 യോഹന്നാൻ 1-ാം അധ്യായം, യോഹന്നാനോട് പറയുന്നു, 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നോക്കിയാല്, ദൈവം വെളിച്ചമാകുന്നു. ഗോഡ് ഈസ് ലൈറ്റ്. there is no darkness in him at all. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോഷ്ക്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ. അപ്പൊ വെളിച്ചത്തിലേക്ക് വരിക, വെളിച്ചത്തിൽ നടക്കുക, അതാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും. പ്രിയമുള്ളവരെ, എന്താണ് ഇനി പറയുന്നത്? ഇനി അനേകം വാക്യങ്ങള് ഇതിനെക്കുറിച്ച് പറയുവാനായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ദൈവം ആദ്യം സൃഷ്ടിച്ചത് ലോകത്തിൽ വെളിച്ചമാണ്. ഇരുൾ മൂടിക്കിടന്നിരുന്ന ഭൂമിയെ ദൈവം മനുഷ്യന്റെ പാർപ്പിനായി, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇരുൾ മൂടിക്കിടന്ന ഭൂമിയെ ദൈവം വെളിച്ചത്തിലേക്ക് നയിച്ചു. വെളിച്ചം കർത്താവായ യേശു ക്രിസ്തു അന്നേ ലോകസ്ഥാപനത്തിന് മുമ്പേ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. രണ്ടാമത്, ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്. എല്ലാ വെളിച്ചത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്. മാത്രമല്ല, വെളിച്ചം എന്ന് പറയുമ്പോൾ ഹി ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ഗുഡ്നസ്. എല്ലാ നന്മയുടെയും ഉറവിടം ദൈവം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിച്ചാല്, യാക്കോബിന്റെ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. ഓൾ ഗുഡ് ഗിഫ്റ്റ്സ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ്സ് comes from the Father of light.
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകണമെങ്കിൽ, അവൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, പ്രിയമുള്ളവരെ, വെളിച്ചത്തിലേക്ക് വരണം. ഇന്നും നമ്മുടെ രാജ്യത്ത് അനേക അന്ധകാരം മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളെ നമുക്കറിയാം. അവിടെ സൂര്യൻ ഉദിക്കുന്നില്ല എന്നല്ല പറയുന്നത്, അന്ധകാരം, പാപത്തിന്റെ അന്ധകാരം. ലോകത്തിലെ അന്ധകാരം നീക്കിയത് സുവിശേഷമാണ്. സുവിശേഷത്തിന്റെ സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നപ്പോഴാണ് അടിമത്തം ഇല്ലാതായത്. അടിമത്തം നീക്കിക്കളഞ്ഞത് സുവിശേഷമാണ്. കേരളത്തിൽ സുവിശേഷം എത്തിയപ്പോഴാണ് അല്ലേ മറ്റുള്ളവർക്ക് പഠിക്കാൻ കഴിഞ്ഞത്. വിദ്യാ വെളിച്ചം എന്നൊക്കെ ഇന്ന് പറയും. പക്ഷേ സുവിശേഷം കേരളത്തിൽ വന്നേ പിന്നാണ് അച്ചടി ഉണ്ടായത്, അക്ഷരങ്ങൾ പോലും ഉണ്ടായത്, നല്ല അക്ഷരങ്ങൾ, ഇന്ന് നാം കാണുന്ന അക്ഷരങ്ങളൊക്കെ ഉണ്ടായത്. സുവിശേഷത്തിന്റെ വെളിച്ചം വന്നപ്പോഴാണ്. മാറുമറയ്ക്കാൻ സ്ത്രീകൾക്കും മാന്യത, സമൂഹത്തിൽ മാന്യത, പഠിക്കുവാനുള്ള അവകാശം, അധസ്ഥിത ജാതിക്കാരൊക്കെ പഠിക്കാനുള്ള അവകാശം, എല്ലാം വന്നത് സുവിശേഷത്തിന്റെ വെളിച്ചം. ഇന്ന് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ എന്താ നടക്കുന്നത്? അവിടെ മന്ത്രവാദവും അല്ലേ. ഇന്നും രോഗം വന്നാൽ അത് ഏതെങ്കിലും ദൈവങ്ങളുടെ അപ്രീതി കൊണ്ടാണെന്ന് ചിന്തിക്കുന്നത്. ഇതിനു മുമ്പും ഞാൻ ഒരിക്കല് നോർത്ത് ഇന്ത്യയിൽ ഒരു ഗ്രാമം സന്ദർശിച്ചപ്പോൾ, ഒരു ഗ്രാമത്തിൽ, അന്നൊക്കെ ഗ്രാമത്തിൽ പാരുന്നു, സന്ദർശിച്ചപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ്, ഒരു 3-4 വയസ്സുള്ള ഒരു കൊച്ച്, 2 കാലും പോളിയോ വന്ന് തളർന്നതാണ്. അതിന്റെ കാലില് ഈ കാളയുടെ ഒക്കെ പിൻഭാഗത്ത് പണ്ട് കമ്പി വഴിപ്പിച്ചു വെച്ച പാടുകൾ ഉണ്ടായിരുന്നു, വണ്ടിക്കാളയ്ക്ക്. അതുപോലെ അതിന്റെ കാലുകളിൽ ഈ കമ്പി വഴിപ്പിച്ച പോലുള്ള പാടുകൾ കണ്ടു. അത് വൃണമായിട്ട് ഇങ്ങനെ നീളത്തിൽ ഒരു കണ്ടു. ഞാന് അവിടെ ഉണ്ടായിരുന്ന സുവിശേഷനോട് ചോദിച്ചു, ഈ കുഞ്ഞിന്റെ കാലിൽ എന്നാണ്? അപ്പം പറഞ്ഞു, ഈ പോളിയോ വന്നത് ഏതോ ദേവിയുടെ അപ്രീതി കൊണ്ടാണ്, അത് മാറണമെങ്കിൽ ഒരു കമ്പി വഴിപ്പിച്ച് അവന്റെ കാലുകളിൽ വെച്ചാൽ മതി എന്ന് മന്ത്രവാദി പറഞ്ഞു. അങ്ങനെ ആ വീട്ടുകാർ ചെയ്യിച്ചതാണ്. അങ്ങനെയുള്ളവരെ, അങ്ങനെയുള്ള അന്ധകാരത്തിൽ ഇന്നും നമ്മുടെ രാജ്യത്തെ ഗ്രാമങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ മനുഷ്യന് അവരാ അന്ധകാരത്തിൽ കിടന്നോട്ടെന്നാണ് ഒരു കൂട്ടം ആളുകൾ അധികാരവും പണവും ഒക്കെയുള്ള സാമൂഹ്യമായ പദവികളും ഉള്ളവരെ ചിന്തിക്കുന്നു. എന്നാൽ സുവിശേഷം അവിടെ എത്തിയപ്പോഴാണ് അവിടുന്ന് അന്ധകാരം മാറിയത്. സോ ലൈറ്റ് ഡിസ്പെൽസ് ഡാർക്ക്നെസ്. സുവിശേഷത്തിന്റെ വെളിച്ചം അന്ധകാരത്തെ അകറ്റുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു. എന്നാൽ ഇന്നും ആ സത്യ വെളിച്ചത്തെ കൈക്കൊള്ളുവാൻ മനസ്സില്ലാത്ത ആളുകളെ നമുക്ക് എല്ലായിടത്തും കാണുവാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാ നന്മയുടെയും ഉറവിടമാരാ? ഫാദർ ഓഫ് ലൈറ്റ്സ്. വെളിച്ചങ്ങളുടെ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും ഉയരത്തിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 16-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവമേ നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. 16-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു. 2ാമത്തെ കാര്യം, ലൈറ്റ് ഡിസ്പെൽസ്. സുവിശേഷം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിച്ചം അന്ധകാരത്തെ നീക്കുന്നതാണ്. ആൻഡ് റിവീൽസ് ദ ഡാർക്ക് സ്പോട്ട്സ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ ഇരുണ്ട വശങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതും സുവിശേഷത്തിലേക്ക്, കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോഴാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17 മുതൽ 20 വരെ നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്. 16-ാമത്തെ വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചെന്നുള്ള വാക്യമാണ്. എന്നിട്ട് 19 തൊട്ട് വായിക്കാം. 3:19. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. ദിസ് ഈസ് ദ കണ്ടംനേഷൻ. ഇതാണ് പ്രശ്നം. സുവിശേഷമുണ്ട്, വെളിച്ചമുണ്ട്, സത്യം ഇതാണെന്നറിയാം, ഈ അന്ധകാരത്തിന്റെ പുറകെ പോകരുതെന്നറിയാം. എന്നാലും മനുഷ്യൻ സ്നേഹിക്കുന്നത് വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു. ഇനിയും പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് സുവിശേഷം ഗ്രാമങ്ങളിലെത്താൻ, സുവിശേഷം പ്രസംഗിക്കുവാൻ തടസ്സം ഉണ്ടാക്കുന്നതിന്റെ കാരണമാണ്. സുവിശേഷം കടന്നു ചെന്ന രാജ്യങ്ങൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ടു. യൂറോപ്പും അമേരിക്കയിലും ഒക്കെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയതിന്റെ കാരണം, ഭൗതികമായും അവർ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാരണം സുവിശേഷം അവിടെ എത്തിച്ചേർന്നുണ്ട്. അവിടെ വലിയ ഉണർവുണ്ടായതുകൊണ്ട്, ആത്മീയമായ നവോത്ഥാനം ഉണ്ടായി കഴിഞ്ഞാണ് റിനൈസൻസ് ഉണ്ടായത്, ആത്മീയ നവീകരണം ഉണ്ടായ, നവോത്ഥാനം ഉണ്ടായി.
നവോത്ഥാനത്തിന് ശേഷമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിച്ചത്, വ്യവസായിക വിപ്ലവം. അങ്ങനെയാണ് രാജ്യങ്ങളൊക്കെ അഭിവൃദ്ധിപ്പെട്ടത്. സുവിശേഷത്തിന്റെ വെളിച്ചം എത്തിയത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലും വേദപുസ്തകം മലയാളത്തിൽ വന്ന് സുവിശേഷത്തിന്റെ വെളിച്ചം കിട്ടിയത് കൊണ്ടാണ് ഇവിടുത്തെ അന്ധകാരം മാറിയത്. പോട്ടെ, അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നെങ്കിലും ഇനിയും 20-ാമത്തെ വാക്യം നോക്കിയാലോ. യോഹന്നാന്റെ സുവിശേഷം 3:20, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കും. അതാ പ്രശ്നം. ഈ വെളിച്ചം നമ്മുടെ രാജ്യത്തേക്കോ മറ്റ് ജീവിതങ്ങളിലേക്കോ ഭവനങ്ങളിലേക്കോ കടന്നു ചെല്ലാതിരിക്കാൻ തിന്മ പ്രവർത്തിക്കുന്നവർ, അവര് വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു. അവര് തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, വെളിച്ചത്തെ ദ്വേഷിക്കുന്നു. പിന്നെ പറയുന്നു, തന്റെ പ്രവർത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല. അപ്പോ ചില മനുഷ്യർക്ക് ഒരു സുവിശേഷ യോഗം നടക്കുന്നിടത്തോ ഒരു പ്രാർത്ഥനയിലോ ഒരു കൂട്ടായ്മയ്ക്കോ ഒന്നും വരാൻ താല്പര്യമില്ല. കാരണം എന്നാ? അവിടെ വന്നാൽ അവന്റെ മനസാക്ഷിക്ക് കുത്തുകൊള്ളും. ചെയ്യുന്ന പ്രവർത്തികൾ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ശോധന ചെയ്യപ്പെടും. ആരും അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ പോലും, ജീവിതത്തിലെ മുറുകെ പറ്റുന്ന പാപങ്ങൾ പോലും ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ സുവിശേഷം പറയുന്നിടത്ത് വരുമ്പോൾ, ഒരു ന്യായവിധി ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അവന്റെ മനസ്സിന് കുത്തുകൊള്ളും. പോകാതിരുന്ന പിന്നെ കുത്തുകൊള്ളത്തില്ല, ഇല്ലേ? ദൈവവചനം പ്രസംഗിക്കുന്നിടത്തോ കൂട്ടായ്മയിലോ വരാതിരുന്നാൽ പാപവും വെച്ചോണ്ടങ്ങ് ഇരിക്കാം, നടക്കാം, മനസ്സിന് കുത്തുകൊള്ളത്തില്ല. ആക്ഷേപം വരാതിരിപ്പാൻ അവർ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. വെളിച്ചത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ വസ്ത്രം എത്രമാത്രം മുഷിഞ്ഞതാണ്, ചെളി പുരണ്ടതാണെന്ന് മനസ്സിലാകും. ഇരുട്ടത്ത് നിന്നാൽ നമ്മുടെ വസ്ത്രം മുഷിഞ്ഞതാണെങ്കിലും ആരും കാണുകയില്ല, ആക്ഷേപം വരത്തില്ല. എന്നാൽ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ മുഷിഞ്ഞ വസ്ത്രത്തിലെ അഴുക്കും ചെളിയും എല്ലാം കറയും ഒക്കെ കാണുവാനായിട്ട് കഴിയും. അതുപോലെയാണ് ചിലർ വെളിച്ചത്തിലേക്ക് വരാതിരിക്കുന്നത്. ആക്ഷേപം വരാതിരിപ്പാൻ അവർ വെളിച്ചത്തെ പകയ്ക്കുന്നു. എന്നിട്ട് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു, വെളിച്ചത്തിലേക്ക് വരും. അപ്പൊ ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്. എല്ലാ വെളിച്ചത്തിന്റെയും, അത് ഭൗതികമായ പ്രകാശമാണെങ്കിലും ഇവിടെ സ്പിരിച്വൽ ലൈറ്റിനെ കുറിച്ച്, ആത്മീക പ്രകാശത്തെ കുറിച്ചാണ് പറയുന്നത്, ജീവന്റെ വെളിച്ചത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ദൈവം ലോകത്തിൽ ആദ്യം സൃഷ്ടിച്ചത് എന്താ? വെളിച്ചം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കണ്ടു. ആ വെളിച്ചം അന്ന് തൊട്ടേ ഭൂമിയിലേക്ക് ദൈവം അയക്കുകയാണ്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോഴാണ് ആ വെളിച്ചം ഭൂമിയിലേക്ക് വന്ന് കർത്താവായ യേശു ക്രിസ്തുവായി ഈ ലോകത്തിൽ വന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ വെളിച്ചമായിരുന്നു. വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ യോഹന്നാനെ അയച്ചു. ഇവിടെ യെശയ്യാവ് വന്ന് പ്രവചിച്ചു, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഈ വെളിച്ചം അന്ധകാരത്തെ അകറ്റുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ കറ, തെറ്റുകൾ, പാപങ്ങൾ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സുബോധം വരും, അത് തിരിച്ചറിയും. ഇന്ന് പ്രകാശം തരുന്നത് എന്താണ്? അതിവിടെ പെട്ടെന്ന് പറയട്ടെ. പ്രകാശം തരുന്നത് 119-ാം സങ്കീർത്തനത്തിന്റെ 105-ാമത്തെ വാക്യം നമുക്കറിയാം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശം. ഇന്ന് നമുക്ക് പ്രകാശം തരുന്നത് ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. അത് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. 2 പത്രോസ് 1:19 വായിച്ചാൽ, 2 പത്രോസ് 1:19 പത്രോസ് പറയുന്നു, ദൈവവചനത്തെ കുറിച്ച് പറയുന്നു, പ്രവാചക വാക്യവും നമുക്ക് അധികം സ്ഥിരമായിട്ടുണ്ട്. 2 പത്രോസ് 1:10. അതുകൊണ്ട് സഹോദരന്മാരെ, 2 പത്രോസ് 1:19 പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് ഉണ്ട്, നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ദൈവവചനത്തെ കരുതിക്കൊണ്ടാൽ നല്ലതാണ്. ഇരുണ്ട സ്ഥലത്ത് ഒരു വിളക്കായിട്ട് പ്രകാശിക്കുന്ന ദൈവവചനമാണ്.
നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കും. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ആ വചനം നമ്മുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കും. ക്രിസ്തു നമ്മുടെ മേൽ ഉദിക്കും. അത് നമ്മെ ദോഷത്തിൽ നിന്ന് അകറ്റുന്നതാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, വെളിച്ചത്തിലുള്ളവരായി, വെളിച്ചത്തിന്റെ മക്കളായി നടക്കൂ. പ്രിയമുള്ളവരെ, ഇനി നമ്മെ കൊണ്ടുവന്ന എങ്ങോട്ടാ? നമ്മെ വെളിച്ചത്തിലേക്ക്. ആ വാക്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. യെശയ്യാ പ്രവാചകൻ മുതൽ അത് പ്രവചിക്കുകയാണ്. ആ യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ ഞാനത് വായിക്കാം. യെശയ്യാവ് 60-ന്റെ 19-ഉം 20-ഉം. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യ പ്രകാശമായിരിക്കും. യെശയ്യാവ് അത് പ്രവചിച്ചു. കർത്താവിന്റെ വരവിന് ശേഷം നാം അവനോടുകൂടെ ചേർക്കപ്പെടുമ്പോൾ പറയുകയാണ്, ഇനി സൂര്യനും ചന്ദ്രന്റെ ഒന്നും ആവശ്യമില്ല, ഇനി രാത്രി ഉണ്ടാകത്തില്ല, നിനക്ക് പ്രകാശം തരുന്നത് സൂര്യനും ചന്ദ്രനും ഒന്നും അല്ല, നിന്റെ സൂര്യൻ, നീതി സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മാഞ്ഞു പോവുകയില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. വെളിപ്പാട് പുസ്തകം 21-ന്റെ 23. വെളിപ്പാട് പുസ്തകം 21-ന്റെ 23. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ആ പുത്തനാമ യെരൂശലേമിനെ കുറിച്ച് പറയുകയാണ്, ആ നഗരത്തിൽ പ്രകാശിപ്പാൻ ഇനി സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാണ്. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. രാത്രി അവിടെ ഇല്ല, അവിടെ രാത്രി ഇല്ല, ഇനി രാത്രി ഉണ്ടാകുകയില്ല. പുത്തനാമ യെരൂശലേമിന്റെ പ്രത്യേകത എന്താ? ഇനി മരണം ഉണ്ടാകുകയില്ല, ഇനി രാത്രി ഉണ്ടാകുകയില്ല, കഷ്ടവും ഉറവിളിയും സങ്കടവും ഇനി ഉണ്ടാകുകയില്ല, ദുഃഖവും വേദന ഇനി ഉണ്ടാകുകയില്ല. യഹോവ നിന്റെ നിത്യപ്രകാശം, കുഞ്ഞാട് അതിന്റെ വിളക്ക. അവൻ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ കൂടെ നിങ്ങളുടെ മേൽ ഉദിക്കും. വെളിപ്പാട് 22-ന്റെ 5. വെളിപ്പാട് 22-ന്റെ 5. ഇനി രാത്രി ഉണ്ടാകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഇനി രാത്രി ഉണ്ടാകത്തില്ല. യഹോവയായ കർത്താവ്, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് ഇനി സൂര്യന്റെ വെളിച്ചവും വിളക്കിന്റെ വെട്ടവും ഒന്നും ആവശ്യമില്ല. ആ നിത്യപ്രകാശത്തിലേക്ക് കർത്താവ് നമ്മെ നയിക്കും. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകാതെ വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുകയും, സകല സൽഗുണവും നീതിയുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ആ വെളിച്ചത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ആ വെളിച്ചം നമ്മുടെ മേൽ ഉദിക്കുന്ന നാളുകൾ അടുത്തു വരുന്നു. പ്രിയമുള്ളവരെ, അതിനെയാണ് തേജസ്സിന്റെ പ്രത്യക്ഷത. തേജസ്സിന്റെ പ്രത്യക്ഷത, നീതി സൂര്യൻ ഉദിക്കുന്ന തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്ക് ഇനി അധിക സമയമില്ല. അതുകൊണ്ട് ആ പ്രത്യാശയോടെ, അതാ തേജസ്സിന്റെ പ്രത്യാശ എന്ന് പറയും. ആ തേജസ്സിന്റെ പ്രത്യാശയോടെ നടക്കണം. ആ വലിയ വെളിച്ചത്തിൽ നടപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.